വൃശ്ചികം രാശി വിശാഖം നക്ഷത്രത്തിന്റെ അവസാന കാൽഭാഗവും അനിഴവും തൃക്കേട്ട നക്ഷത്രവും ചേർന്നിരിക്കുന്നതായ വൃശ്ചികം രാശിക്കാർക്ക് ജന്മത്തിൽ ശനിയും 5-ൽ കേതുവും കർമ്മസ്ഥാനത്തിലായിട്ട് വ്യാഴനും ചൊവ്വയും ശുക്രനും 11-ൽ സൂര്യബുധനും രാഹുവും 12-ാം ഭാവം പ്രായണ ശുദ്ധവുമായിരിക്കുന്ന ഒരു ഗ്രഹസ്ഥിതിയാണ്. 11-ൽ സഞ്ചരിക്കുന്ന സൂര്യൻ ഒക്ടോബർ മാസം 18-ാം തീയതിയോടുകൂടിയിട്ട് 12-ാം ഭാവത്തിലോട്ട് മാറും. പ്രായണ ദോഷാധിക്യമുള്ളൊരു സമയമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. കർമ്മരംഗത്ത് നല്ല രീതിയിലായിരിക്കുന്ന അധ്വാനങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ വേണ്ടിവരുമെങ്കിലും അർഹമായിരിക്കുന്ന പ്രതിഫലം അതിന് ലഭിച്ചു എന്ന് വരില്ല. മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടതായിരിക്കുന്ന ഒരു സമയമാണത്. നിയന്ത്രണമില്ലാത്തതായിരിക്കുന്ന പെരുമാറ്റങ്ങൾ വേദികളിൽ വിമർശിക്കപ്പെടുവാനും ഇടയുണ്ട്. കാര്യങ്ങളിൽ പ്രതീക്ഷിക്കാതെയുള്ള മുടക്കങ്ങൾ പല കാര്യങ്ങളിലും പൊതുവെ അനുഭവമാകുമെങ്കിലും മാസാവസാനത്തോടു കൂടി ചില നല്ല ഫലങ്ങൾ ഉണ്ടാകാനൊരു സാധ്യത പൊതുവെ കാണുന്നുണ്ട്. തൊഴിൽ രംഗത്ത് കുറച്ചൊരു പ്രയാസങ്ങൾ, ആഗ്രഹിച്ച സ്ഥലത്തേക്കുള്ളതായിരിക്കുന്ന മാറ്റങ്ങളും മറ്റുമെല്ലാം തന്നെ തടസ്സപ്പെടാനുള്ള ഒരു സാധ്യത പൊതുവെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടും കുറച്ചൊരു ശ്രദ്ധ വേണ്ടതായിരിക്കുന്ന സമയമാണ്. വിഷഭക്ഷണം അല്ലെങ്കിൽ ഭക്ഷണങ്ങൾ വഴി വിഷാംശങ്ങൾ അകത്ത് ചെല്ലുവാനുള്ള ഒരു സാധ്യത പൊതുവെ കാണുന്നുണ്ട് എന്നുള്ളതാണ്. വിദ്യാർത്ഥികൾക്കും സാഹിത്യരംഗത്ത് പ്രവർത്തിക്കുന്നതായിരിക്കുന്ന വ്യക്തികൾക്കും മാസത്തിന്റെ ആദ്യം അത്ര നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാനില്ലെങ്കിലും മാസം പകുതിക്ക് മേൽ ദിഷണാപരമായിരിക്കുന്ന പുതിയ ആശയങ്ങളെല്ലാം തന്നെ ഉടലെടുക്കപ്പെടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അംഗീകാരങ്ങൾ ലഭിക്കാനും പൊതുവെ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠന സാധ്യതയും പൊതുവെ കാണുന്നുണ്ട്. വീട്ടമ്മമാർക്കും കാർഷിക ശാസ്ത്ര മേഖലകളിൽ പ്രവർത്തിക്കുന്നതായിരിക്കുന്ന വ്യക്തികൾക്കും ഗുണദോഷ സമ്മിശ്രമായിരിക്കുന്ന ഗുണാനുഭവങ്ങളായിരിക്കും ഉണ്ടാവുക. കുടുംബത്തിൽ പൊതുവെ നേരിയ രീതിയിലായിരിക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായേക്കും. സന്താനപരമായിട്ടുള്ള ഗുണം പക്ഷേ പ്രതീക്ഷിക്കാവുന്നതാണ്. വ്യാപാരികൾ അതുപോലെ തന്നെ സ്വന്തമായി വ്യവസായ സംരംഭങ്ങൾ നടത്തുന്നതായിരിക്കുന്ന വ്യക്തികൾ അല്പം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. സാമ്പത്തികമായി എല്ലാം തന്നെ വളരെയധികം ശ്രദ്ധിക്കണം. ധനപരമായിരിക്കുന്ന ഇടപാടുകളിൽ ചതിവ് പറ്റാനുള്ളതായിരിക്കുന്ന ഒരു സാധ്യതയും പൊതുവെ കാണുന്നുണ്ട്. പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നത് അതുകൊണ്ട് തന്നെ വളരെയധികം ആലോചിച്ച് ശ്രദ്ധയോടുകൂടി ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ദോഷപരിഹാരാർത്ഥമായി ആഞ്ജനേയ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിച്ചു വരുന്നതും വെറ്റിലമാല അല്ലെങ്കിൽ വടമാല തുടങ്ങിയ വഴിപാടുകൾ നടത്തുന്നതും ഏറ്റവും ഗുണകരമാണ്. വൃശ്ചികം രാശി വിശാഖം നക്ഷത്രത്തിൽ